എന്ന ബ്രാൻഡ് നിരവധി സ്മാർട്ട് ഫോണുകൾ പുറത്തിറക്കുമ്പോഴും അതിനകത്ത് റെനോ എന്ന സീരീസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ക്യാമറയ്ക്ക് ഏറെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഒപ്പോ റെനോ സീരീസ് സ്മാർട്ട് ഫോണുകൾ പുറത്തിറക്കുന്നത്. എന്നാൽ ഇത്തവണത്തെ ഒപ്പോ റെനോ 8 സീരീസിലെ സ്മാർട്ട് ഫോണിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ക്യാമറയ്ക്ക് മാത്രമല്ല പ്രാധാന്യം, പെർഫോമൻസിന് കൂടി തുല്യമായ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഇത്തവണ ഒപ്പോ റെനോ 8 സീരീസ് സ്മാർട്ട് ഫോണുകൾ പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയുടെ പരിശോധിക്കുന്നത് ഒപ്പോ റെനോ 8 എന്ന 5G സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ബോക്സ് അൺബോക്സ് ചെയ്ത് എന്തൊക്കെയാണ് ഈ ഒരു ഒപ്പോ റെനോ 8 എന്ന ഈ ഒരു ഫോണിൻ്റെ ബോക്സിനോടൊപ്പം വരുന്നത് നോക്കാം. സാധാരണ റെനോ ഫോണുകൾ വരുന്ന സെയിം ടൈപ്പ് കളറും ഒക്കെ സെയിം ടൈപ്പ് ഒരു ബോക്സിനകത്താണ് ഇത്തവണ റെനോ 8 വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് റാപ്പ് ഞാൻ ഇതുപോലെ ഒഴിവാക്കുന്നു. അപ്പോൾ നമുക്ക് ഒപ്പോ റെനോ 8ൻ്റെ വന്നിരിക്കുന്ന കളർ വേരിയൻ്റ് എന്ന് പറയുന്നത് ഷിമ്മർ ബ്ലാക്ക് എന്ന കളർ വേരിയൻ്റ് ആണ്. ഇത് കൂടാതെ ഷിമ്മർ ഗോൾഡ് എന്ന് പറയുന്ന മറ്റൊരു കളർ വേരിയൻ്റ് കൂടിയുണ്ട്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞാൽ വെറും 179 ഗ്രാം ഭാരം മാത്രമേ ഉള്ളൂ. അതുപോലെ ഫോണിൻ്റെ തിക്നെസ്സും വളരെ കുറവാണ്. വെറും 7.67 മില്ലിമീറ്റർ മാത്രമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ കനം. അതുപോലെ ഇതിൻ്റെ ഈ ഒരു ബാക്കിൻ്റെ ഒരു ഡിസൈൻ കണ്ടില്ല, ഒരു സ്ട്രീം ലൈൻഡ് യൂണി ബോഡി ഡിസൈനാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകിയിരിക്കുന്നത്. ഒപ്പോയുടെ ഇതിൽ നിന്നും ഫ്ലാഗ്ഷിപ്പ് ലെവലായിട്ടുള്ള ഒപ്പോ ഫൈൻഡ് എക്സ് സീരീസിലേക്ക് ഉള്ളതുപോലെ ഈ ബാക്ക് ബോഡി തന്നെ വന്ന് ഈ ഒരു ക്യാമറ മൊഡ്യൂളിലേക്ക് ഇതുപോലെ ഇഴുകി ചേർന്ന രീതിയിലുള്ള ഒരു സ്ട്രീം ലൈൻഡ് യൂണി ബോഡി ഡിസൈൻ എന്തായാലും നൽകിയിരിക്കുന്നുണ്ട്. രണ്ട് ക്യാമറകൾ നോക്കി വലിയൊരു സൈസിലാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ ഇവിടെ ഒരു LED ലൈറ്റ് കാണാം. മൂന്നാമത്തെ ടെർഷറി ക്യാമറ ഇവിടെ കാണാം. ഇവിടെ ഒപ്പോ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിനകത്തൊരു ചെറിയ ഒരു ലൈറ്റ് ഫ്ലെയർ നമുക്ക് ഇതുപോലെ കാണാം. ഷിമ്മർ ഗോൾഡ് എന്ന് പറയുന്ന കളർ വേരിയന്റ് അതാണ് എനിക്ക് കുറച്ചുകൂടി വ്യക്തിപരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഇത് ഷിമ്മർ ബ്ലാക്ക് എന്ന കളർ വേരിയന്റ് ആണ്. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ വലത് സൈഡിലായിട്ടാണ് ഇത്തരത്തിൽ ഇതിന്റെ ഒരു പവർ ബട്ടൺ കൊടുത്തിരിക്കുന്നത്. ആ ഒരു പവർ ബട്ടണിനകത്ത് ഇത്തരത്തിൽ ഒരു ഗ്രീൻ കളർ ടിൻഡ് ലൈൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ താഴേക്ക് നോക്കുമ്പോൾ ഇതുപോലെ സ്പീക്കറുകളിൽ USB Type-C ചാർജിംഗ് പോർട്ട്, മൈക്രോഫോൺ, സിം ട്രേ തുടങ്ങിയ കാണാം. ഇടത് സൈഡിൽ വോളിയം റോക്കേഴ്സും മുകളിൽ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫോണിന്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്ന പ്ലാസ്റ്റിക് കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. എന്താ പറയുക, ഇതിന്റെ ഒരു ഇൻഹാൻഡ് ഫീൽ പറഞ്ഞാൽ അതിമനോഹരമാണ്. കയ്യിലൊക്കെ നല്ല ഒതുങ്ങുന്ന ഒരു ഡിസൈൻ തന്നെയാണ് ഒപ്പോ റെനോ 8 എന്ന ഈ ഒരു സ്മാർട്ട് ഫോണിന് നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഓൺ ചെയ്ത് എന്തൊക്കെയാണ് ഇതിന്റെ ഉള്ളിൽ ഇരിപ്പെന്ന് നോക്കാം. ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെ ഒപ്പോ എന്നും പവർഡ് ബൈ ആൻഡ്രോയിഡ് എന്നും എഴുതി കാണിക്കുന്നു. അടുത്തതായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ കുറിച്ച് പറഞ്ഞാൽ 6.43 ഇഞ്ചിന്റെ AMOLED ഫുൾ HD പ്ലസ് റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സ്, ആമസോൺ തുടങ്ങിയ OTT പ്ലാറ്റ്ഫോമുകളിൽ ഈ ഒരു സ്മാർട്ട് ഫോണിന് HDR സർട്ടിഫിക്കേഷനും ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് മാക്സിമം 90 ഹെർട്സ് ആണ്. എന്നാൽ 180 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഈ ഒരു സ്മാർട്ട് ഫോണിന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മികച്ച ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് ഡിസ്പ്ലേയിൽ നിന്ന് ആസ്വദിക്കാൻ സാധിക്കും. അതുപോലെ കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. മാക്സിമം ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 800 നിറ്റ്സ് ആണ്. നല്ല ബ്രൈറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും. നല്ല ബ്രൈറ്റർ ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ ഔട്ട്ഡോർ വിസിബിലിറ്റിക്ക് ഒന്നും യാതൊരു പ്രശ്നമില്ല. നമ്മൾ ഷൂട്ടിങ്ങിന്റെ ആവശ്യമായിട്ട് ഇപ്പോൾ ബ്രൈറ്റ്നസ് ഇവിടെ കുറച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്ത് തന്നെയായാലും മനോഹരമായിട്ടുള്ള ഒരു ഡിസ്പ്ലേ, AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നല്ല ഒരു വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഒപ്പോ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഡിസൈനിൽ കണ്ടതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ഒരു ഡിസ്പ്ലേയും നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ആസ്വദിക്കാൻ സാധിക്കും. അതുപോലെ ഫ്രണ്ട് ക്യാമറ ഇത്തരത്തിൽ ഇടത് സൈഡിൽ പഞ്ച് ഹോളിൽ ചെറിയ ഒരു വലുപ്പത്തിലാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഫോണിന്റെ 3 സൈഡിലുള്ള ഈ ഒരു ബെസലുകൾ, ഈ 3 സൈഡും ഏതാണ്ട് ഒരേ സൈസിൽ ബെസൽലെസ് ഡിസ്പ്ലേ ആണ്. അതുപോലെ താഴെ ഈ ചിഹ്നം അറിയപ്പെടുന്ന ഭാഗത്ത് ഒരല്പം കനം ഉണ്ട് എന്നുള്ളതും ഓർമ്മിപ്പിക്കട്ടെ. അടുത്തായിട്ട് ഈ ഒരു ഫോണിന്റെ പെർഫോമൻസ് സൈഡും ഈ ഒരു സ്മാർട്ട് ഫോണിനെ സംബന്ധിച്ച് നമ്മൾ എടുത്തു പറയേണ്ട ഒന്നാണ്. കാരണം മികച്ച ഒരു പെർഫോമൻസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നൽകിയിരിക്കുന്നത് ഒപ്പോ. കാരണം മികച്ച ഒരു പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ട് ഒരു സ്മാർട്ട് ഫോൺ ആയിട്ടാണ് ഒപ്പോ റെനോ 8നെ ഒപ്പോ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഇതിന്റെ പ്രധാന കാരണക്കാരെന്ന് പറയുന്നത് ഇവിടെ MediaTekന്റെ Dimensity on 300 എന്ന മികച്ച ഒരു പ്രോസറാണ്. മികച്ച ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു പ്രോസറാണ്. അതും 5G പ്രോസറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ AnTuTu സ്കോർ നമ്മൾ പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ ഏകദേശം 7 ലക്ഷത്തിനടുത്ത് 6,80,000 ആ ഒരു റേഞ്ചിലാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ AnTuTu സ്കോർ ലഭിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു സ്മാർട്ട് ഫോൺ ഒരു ഒറ്റ വേരിയന്റിലാണ് ലഭ്യമാവുക. 8GB RAM 128GB ഇന്റേണൽ മെമ്മറി വേരിയന്റ്. അപ്പോൾ ഇതിനകത്ത് നൽകിയിരിക്കുന്ന റാം എന്ന് പറയുന്നത് LPDDR4X റാമും സ്റ്റോറേജ് ടൈപ്പ് എന്ന് പറയുന്നത് UFS 3.1 ആണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഈ പറഞ്ഞ MediaTekന്റെ Dimensity on 300 UFS 3.1 LPDDR4X റാം ഇതെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഈ ഒരു സ്മാർട്ട് ഫോണിന് സമ്മാനിക്കുന്ന AnTuTu സ്കോർ എന്ന് പറയുന്നത് 6,80,000 ആണ്. എന്ത് തന്നെയായാലും നമുക്ക് BGMI പോലുള്ള ഗെയിമുകൾ നമുക്ക് മാക്സിമം 60 FPS വരെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കളിക്കാം. മികച്ച ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കും. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻസ് ആണ് നമുക്ക് മൊത്തത്തിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് അനുഭവിക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു പ്രോസസർ, അതായത് MediaTekന്റെ on 300
5300 എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സർ അതൊരു 6nm പ്രോസസ്സറാണ്. അപ്പോൾ 6nm പ്രോസസ്സർ ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ബാറ്ററി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ് ഈ സ്മാർട്ട് ഫോൺ നൽകിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയും ബാറ്ററി പെർഫോമൻസ് നമുക്ക് മികച്ചത് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിന് മികച്ച ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് നൽകുന്നതിന് വേണ്ടി മീഡിയടെക്കിന്റെ ഹൈപ്പർ എഞ്ചിൻ 5 ടെക്നോളജി നൽകിയിട്ടുണ്ട്. അതുപോലെ AI VRS, സ്മാർട്ട് റിസോഴ്സ് ഒപ്റ്റിമൈസേഷൻ, ഫ്രെയിം റേറ്റ് സ്മൂത്തർ തുടങ്ങിയ ഫീച്ചേഴ്സുകൾ മീഡിയടെക്കിൻ്റെതായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിന് അത് നൽകിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അതൊക്കെ ടെക്നിക്കൽ ആസ്പെക്റ്റ് ആണ്. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് മികച്ച ഒരു പെർഫോമൻസ് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാനാകും. ഇതൊരു 5G സ്മാർട്ട് ഫോൺ ആണെന്ന് ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 5G സ്മാർട്ട് ഫോൺ എന്ന് കേൾക്കുമ്പോൾ പൊതുവെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നൊരു സംശയം എന്ന് പറയുന്നത് എത്ര 5G ബാൻഡുകളുടെ സപ്പോർട്ട് ഉണ്ടാകും എന്നുള്ളതാണ്. ഒന്നും പേടിക്കേണ്ട, 12 വ്യത്യസ്തങ്ങളായിട്ടുള്ള 5G ബാൻഡുകളുടെ സപ്പോർട്ടും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ലഭിക്കുന്നുണ്ട്. റെനോ സീരീസിലെ ഫോണുകളുടെ പ്രത്യേകത ക്യാമറയ്ക്കാണ് ഏറ്റവും കൂടുതൽ മുൻതൂക്കം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇത്തരത്തിൽ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെയും ക്യാമറയ്ക്ക് ഒരുപാട് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഒപ്പോ റെനോ 8 പുറത്തിറങ്ങുന്നത്. അതായത് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഡ്യുവൽ സോണി ഫ്ലാഗ്ഷിപ്പ് സെൻസറുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ഫോണിന്റെ പിന്നിലും മുന്നിലും സോണിയുടെ സെൻസറുകൾ തന്നെ ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. കൃത്യമായിട്ട് പറഞ്ഞാൽ ബാക്കിൽ 50 മെഗാ പിക്സലിന്റെ പ്രൈമറി ക്യാമറയാണ് നൽകിയിരിക്കുന്നത്. അതും സോണിയുടെ IMX766 എന്ന സെൻസർ നൽകിയിരിക്കുന്നു. രണ്ടാമത്തെ ക്യാമറയായിട്ട് 8 മെഗാ പിക്സലിന്റെ ഒരു വൈഡ് ആംഗിൾ സെൻസറാണ് നൽകിയിരിക്കുന്നത്. അത് സോണി IMX335 എന്ന സെൻസറാണ് നൽകിയിരിക്കുന്നത്. മൂന്നാമതൊരു ക്യാമറയായിട്ട് ഒരു മാക്രോ സെൻസർ, അത് 2 മെഗാ പിക്സലിന്റെ സെൻസറാണ് നൽകിയിരിക്കുന്നത്. ഇനി ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് സെൽഫി എടുക്കുന്നതിന് വേണ്ടി ഇതുപോലെ ലെഫ്റ്റ് സൈഡിൽ പഞ്ച് ഹോൾ ക്യാമറയായിട്ട് അതും സോണി സെൻസർ തന്നെ നൽകിയിരിക്കുന്നു. 32 മെഗാ പിക്സലിന്റെ സോണി IMX70 സെൻസറാണ് സെൽഫി സെൻസറായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ സോണി സെൻസറുകളുടെ ഒരു ബഹളമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറ ആപ്ലിക്കേഷനെ കുറിച്ച് പറഞ്ഞാൽ ഇതിനകത്ത് നൈറ്റ് മോഡ്, വീഡിയോ മോഡ്, അതുപോലെ ഫോട്ടോ, പോർട്രേറ്റ് മോഡ്, മോർ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഇവിടെ പ്രോ മോഡ്, എക്സ്ട്രാ HD മോഡ്, പനോരമിക്, മാക്രോ, സ്ലോ മോഷൻ, ടൈം ലാപ്സ്, ഡ്യുവൽ വ്യൂ, സ്റ്റിക്കർ, ടെക്സ്റ്റ് സ്കാനർ, സൊലൂപ്പ്, ടെംപ്ലേറ്റ് തുടങ്ങിയ ഓപ്ഷനുകൾ നമുക്ക് ക്യാമറയിൽ കാണാം. നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് 4K റെസൊല്യൂഷനിൽ മാക്സിമം 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകളും അതുപോലെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാക്സിമം 1080p റെസൊല്യൂഷനുള്ള വീഡിയോകളുമാണ് ഷൂട്ട് ചെയ്യാൻ സാധിക്കുക. 4500 mAhന്റെ ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് പവർ നൽകുന്നത്. അത് ചാർജ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ കണ്ടതുപോലെ 80 വാട്ടിന്റെ സൂപ്പർ വൂക്ക് ചാർജിങ് ടെക്നോളജിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് അത് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും വെറും 11 മിനിറ്റ് കൊണ്ട് 50% ചാർജിങ്ങിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ എത്തിക്കാൻ സാധിക്കും. കൂടാതെ മികച്ച ബാറ്ററി ലൈഫ് നൽകുന്നതിന് വേണ്ടി ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ബാറ്ററി ഹെൽത്ത് എഞ്ചിൻ എന്ന ഫീച്ചറും നൽകിയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോൺ ചാർജ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഗെയിമൊക്കെ കളിക്കുമ്പോഴോ ഫോൺ ഹീറ്റ് ആയാൽ അതിനെ തണുപ്പിക്കുന്നതിന് വേണ്ടി സൂപ്പർ കണ്ടക്റ്റീവ് VC ലിക്വിഡ് കൂളിംഗ് സിസ്റ്റവും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. ഒപ്പോ റെനോ 8 സീരീസിൽ ഈ ഒരു റെനോ 8 കൂടാതെ ഒരു റെനോ 8 Pro എന്നൊരു സ്മാർട്ട് ഫോൺ കൂടി പുറത്തിറക്കിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് ഇപ്പോൾ നിലവിൽ ഒപ്പോ റെനോ 8 ആണ് ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോൺ ആൻഡ്രോയിഡ് 12 അധിഷ്ഠിതമായി ഒപ്പോയുടെ സ്വന്തം യൂസർ ഇന്റർഫേസ് ആയിട്ടുള്ള കളർ OS വെർഷൻ 12.1 പുറത്തിറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഈ ഒരു കളർ OS എന്ന് പറയുന്ന യൂസർ ഇന്റർഫേസ് ഒരു ഡീസെന്റ് ആയിട്ടുള്ള ഒരു യൂസർ ഇന്റർഫേസ് തന്നെയാണ്. നേരത്തെ ആൻഡ്രോയിഡ് 12 എത്തുന്നതിന് മുമ്പുള്ള ആൻഡ്രോയിഡ് 11ന്റെ ഒക്കെ ഒരു ഐക്കൺ പാക്ക് പോലെയൊക്കെ ഇരിക്കുന്ന അതിന് സമാനമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡിന് സമാനമായിട്ടുള്ള ഒരു ലുക്കാണ് ഈ ഒരു കളർ OS നൽകുന്നത്. അത് ഒപ്പോയുടെ പല ഫോണുകളുടെ വീഡിയോകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഫോണിനകത്ത് ഇത്രയും കാണുന്ന ആപ്ലിക്കേഷൻസ് ആണ് ഇതിനകത്ത് മൊത്തത്തിൽ പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നത്. കുറച്ച് ഒപ്പോയുടേതായിട്ടുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുമുണ്ട്. ഈ ഒരു ഫോണിന് പ്രധാനപ്പെട്ട 2 മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റുകളാണ് ലഭിക്കുക. അതായത് ഇപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ആൻഡ്രോയിഡ് 12 പ്രവർത്തിക്കുന്നത്. ആൻഡ്രോയിഡ് 13 ആൻഡ്രോയിഡ് 14 അപ്ഡേറ്റ് ലഭിക്കും. 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് ഒപ്പോ ഈ ഒരു സ്മാർട്ട് ഫോണിന് നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതുപോലെ ഫോണിന്റെ ഫിംഗർ പ്രിന്റ് സംവിധാനം ഫോണിന്റെ ഡിസ്പ്ലേയിൽ തന്നെ ഇൻ ഡിസ്പ്ലേ ആയിട്ട് നൽകിയിരിക്കുന്നു. അത് വളരെ ഫാസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ഒരു പൊസിഷനിങ് കുറച്ച് താഴെയാണ് ഇരിക്കുന്നത്. കുറച്ചുകൂടി ഈ ഒരു ഭാഗത്തായിട്ട് വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയനെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഓഡിയോ വീഡിയോ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. Till I get up, time is barely on our side. I don't wanna waste what's left. ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് മോണോ സ്പീക്കറാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു ബോട്ടം ഫയറിംഗിലായിട്ടാണ് സ്പീക്കർ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്തൊരു സ്റ്റീരിയോ സ്പീക്കർ കൊടുത്തിരുന്നുവെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. പക്ഷേ ഉള്ള ആ ഒരു സ്പീക്കറിൽ നിന്ന് വരുന്ന സൗണ്ട് ഔട്ട്പുട്ട് ഓക്കെയാണ്, നല്ല വോളിയം ഉണ്ട്, പ്രീമിയം ഒരു ക്വാളിറ്റി ഒരു ഫോണിൽ നിന്ന് നമുക്ക് ആ ഒരു സൗണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അടുത്തത് വീഡിയോ ക്വാളിറ്റി. ഫോണിന്റെ വീഡിയോ ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ മനോഹരമായിട്ടുള്ള വീഡിയോ ക്വാളിറ്റിയാണ്. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് പോലെ അതിമനോഹരമായിട്ടുള്ളൊരു വീഡിയോ ക്വാളിറ്റി തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നുണ്ട്. കാരണം AMOLED ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെയും നല്ലൊരു ബെറ്റർ ക്വാളിറ്റി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് എക്സ്പീരിയൻസ്
ചെയ്യാൻ സാധിക്കും. ഉഗ്രനായിട്ടുള്ള ഒരു വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസ്. അപ്പോൾ ഒരു നല്ലൊരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ലഭിക്കും. നേരത്തെ പറഞ്ഞതുപോലെ 12 വ്യത്യസ്തങ്ങളായിട്ടുള്ള 5G ബാൻഡുകളുടെ സപ്പോർട്ടുള്ള ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് NFC സപ്പോർട്ടും OPPO നൽകിയിട്ടുണ്ട്. അതുപോലെ ഡ്യുവൽ വോൾട്ടി 4G സപ്പോർട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. Wi-Fi 6 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തുള്ളത്. ബ്ലൂടൂത്ത് വെർഷൻ ലേറ്റസ്റ്റ് 5.3 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് ആണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒറ്റ വേരിയൻറ്റ് മാത്രമാണ് 8GB 128GB. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 29,999 രൂപയാണ്. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ OPPO Reno8 എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ ഒരു മികച്ച ഒരു ഫീച്ചറിസ്റ്റിക് സ്മാർട്ട് ഫോണാണ്. മികച്ച ക്യാമറയുമായിട്ടും മികച്ച പെർഫോമൻസ് ആയിട്ടും മികച്ച ഡിസ്പ്ലേ ആയിട്ട് മികച്ച ഡിസൈൻ, മികച്ച ബാറ്ററി കപ്പാസിറ്റി, ഇതെല്ലാം ചേർന്ന് വരുന്ന ഒരു മികച്ച ഫീച്ചറിസ്റ്റിക് സ്മാർട്ട് ഫോണായിട്ട് നമുക്ക് OPPO Reno8നെ വിശേഷിപ്പിക്കാം.